ഇവിടെ ഒരു കൊച്ചിയുടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ നടക്കുമെന്ന്. അപ്പൊ ഞാൻ എന്റെ ഒന്നും നടക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനിവിടെ വന്ന് നിങ്ങളോട് പറയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, മാതാവിനെ മുറുക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് ഒരു തരത്തിലും നമ്മളെ കൈവിടില്ല. കുറച്ച് താമസിക്കും, പക്ഷേ താമസിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്, ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 0 ട്യൂഷൻ ഫീ പഠിക്കുമെന്ന്. പക്ഷെ ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കോഴ്സാണ് ഞാൻ പബ്ലിക്കിൽ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ 25-ാം തീയതി ജർമ്മനിക്ക് പോവുകയാണ്. റിസൾട്ട് കിടക്കുന്നു. എനിക്ക് ഓവറോൾ 7.5. എനിക്ക് ഒരു തരത്തിലും ചിന്തിക്കാൻ പറ്റില്ല എനിക്ക് എങ്ങനെ അത് കിട്ടിയെന്ന്. ഞാൻ പോയി എന്ന് വിചാരിച്ച എൻ്റെ റീഡിങ്ങിന് എനിക്ക് കിട്ടിയത് 7. ഞാൻ മാതാവിനോട് എന്താണോ ചോദിച്ചത് അത് അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരും, നമ്മൾ നന്നായിട്ടിരുന്നാൽ മാത്രം മതി, നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം. ഇവിടെ അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോഴൊക്കെ പറയും, ഒരു കടമ്പയെ നമുക്ക് കടക്കാനുള്ളൂ, മാതാവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം എന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ഓഫ് ലെറ്റർ കിട്ടിയതോ 7.5 കിട്ടിയതോ ഒന്നുമല്ല, മാതാവ് എന്നെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മാതാവ് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്ക് തരും. അതിപ്പോൾ കുറച്ച് താമസിക്കും, അത് നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല, പക്ഷെ മാതാവ് തരും അത്.